ഗായ്സ്, ഞാൻ ഇന്നിവിടെ ആദ്യമായിട്ട് UK-ലെ വോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ബൂത്ത്. അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല, നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം എന്താണ്. ഇതാണ് സ്ഥലം. ഇവിടെ ഇങ്ങനെ പോളിംഗ് സ്റ്റേഷൻ എഴുതിയിട്ടുണ്ട്. ഒരു ചർച്ചാണിത്, ഒരു നോർബറി ബാപ്റ്റിസം ചർച്ച് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ പോളിംഗ് സ്റ്റേഷൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മളിവിടെ ക്യൂവിലൊക്കെ നിൽക്കണം. ക്യൂവിൽ നിന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ കണ്ടു പരിചയമുണ്ട്, നമുക്ക് നോക്കാം. ഇങ്ങനെ ഓപ്പണിംഗ് ടൈം എഴുതിയിട്ടുണ്ട് 7 to 10 എന്തൊക്കെയാണെന്നുള്ളത്, ക്രോയിഡൻ എന്നുള്ളത്. ഞാനിവിടെ ലണ്ടൻ റോഡാണ്. കഴിഞ്ഞു ഗൈസ്, വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ ആ ഷീറ്റിൽ നമ്മൾ ജസ്റ്റ് ഒരു ടിക്ക് മാർക്ക് ഇടുക, ആരാണ് എന്താണത് ഒരു ബോക്സിനകത്തോട്ട് ഇടുക. അത്രയേ ഉള്ളൂ ഇവിടുത്തെ എലക്ഷൻ. ഞാൻ വിചാരിച്ചു ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ കുത്തണം, നാട്ടിലെ പോലെയൊക്കെ വാലറ്റ് ആയിരിക്കും അങ്ങനെയെങ്കിലും. ഇതിപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ്സിൽ നമ്മൾ ഓരോന്ന് ചെയ്യത്തില്ലേ, ക്ലാസ് ലീഡറിനൊക്കെ തിരഞ്ഞെടുത്തിട്ട് അതിനകത്ത് പേപ്പറിലൊക്കെ എഴുതിയിട്ട് അതിനകത്ത് ഇടുക എന്നൊക്കെ പറയുന്നു. അതുമാതിരി കൊള്ളാം. എനിവേസ്, അങ്ങനെ ആദ്യത്തെ വോട്ട് കഴിഞ്ഞു. എൻ്റെ എവിടെ ഒന്നും മാർക്ക് എവിടെയും ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ഷീറ്റിൽ ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലോ ജസ്റ്റ് അത് എഴുതി. ഇനി എനിക്ക് രണ്ടാമത്തൊന്നും കൂടെ പോകാൻ പറ്റത്തില്ല, കാരണം അതിനകത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഞാൻ ചെയ്തു എന്നുള്ളതിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അറ്റൻഡൻസ് ഇട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഫസ്റ്റത്തെ വോട്ട് ഇന്നത്തെ ഡേറ്റ് തന്നെ July 4th കഴിഞ്ഞു. ID കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ BRP മാത്രമേ ചോദിച്ചുള്ളൂ. എന്നിട്ട് അവരെൻ്റെ BRP നോക്കി, എൻ്റെ മുഖം നോക്കി, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ വെബ്സൈറ്റിൽ വെറുതെ ഞാനിങ്ങനെ അപ്ലൈ ചെയ്തു, എൻ്റെ അഡ്രസ്സ് വെച്ച്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഏതാണോ നമ്മുടെ ഇത് വരുന്നത്, ബാലറ്റ് വരുന്നത്, അവിടെ നമുക്കിങ്ങനെ ലെറ്റർ വരും. 2 ആയിട്ട് നമുക്ക് ലെറ്റർ വരും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇലക്ഷൻ്റെ നമ്പർ ഉണ്ടാകും, അത്രയേ ഉള്ളൂ. വേറെ ഫോർമാലിറ്റീസ് വേറെ കാര്യങ്ങൾ.